ഹലോ, വെറും 180 രൂപയ്ക്ക് ഞാൻ ചെയ്തെടുത്താണ് റെക്സിനിൽ ഇൻറ്റീരിയർ ഫുള്ളായിട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഓരോന്ന് വീട്ടിൽ നിന്ന് ചെയ്തു വരുന്നതേ ഉള്ളൂ. നമുക്കെങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ക്വാളിസിന് മാത്രമല്ല, ഇതുപോലെ ഡോർ പാഡുള്ള എല്ലാ വണ്ടികൾക്കും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റും അതിനുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കും ചെയ്തെടുക്കാം. തയ്യൽ അറിയാവുന്നവർക്ക് ഒന്നും കൂടി സിമ്പിളായിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ. ചില ഇതൊക്കെ സ്റ്റിയറിങ്ങിൻ്റെയും അതുപോലെ സീറ്റ് കവറിൻ്റെ ആ ഭാഗങ്ങളൊക്കെ തുന്നിയാണ് എടുത്തിട്ടുള്ളത്. സ്റ്റിച്ചിങ് അറിയാത്തതുകൊണ്ടാണ്. ക്വാളിസ്, സെന്നി, തവേര അതുപോലെ പ്ലെയിൻ ഡോർ പാഡുള്ള എല്ലാ വണ്ടികൾക്കും, പിന്നെ സീറ്റ് ബെൽറ്റിൻ്റെ ഇതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തുണ്ടാക്കിയതാണ്. സീറ്റ് ബെൽറ്റ് കവറ് ഇതടിച്ചിട്ട് കഴിഞ്ഞാൽ ചെസ്റ്റിനൊരു സപ്പോർട്ടാണ്. ഒരു സേഫായിട്ട് അവിടെ കിടന്നോളും, ഒരു ഇറിറ്റേഷനും ഉണ്ടാവില്ല. ഇത് ഡിക്കിയുടെ പാഡാണ്, ഡിക്കി പാഡ് ആകെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചിരിക്കണ്. അപ്പോൾ പുതിയ പാഡ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ മുറിച്ച് ഓവലാക്കിയതാണ് ഈ സൈഡൊക്കെ. ആകെ 100 രൂപ ആയുള്ളൂ. 100 രൂപ കറക്റ്റ് കട്ട് ചെയ്ത് അളവ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതേമാതിരി കട്ട് ചെയ്ത് തരും. ഇത് പഴയ റെക്സിനായിരുന്നു, ഇത് പുതിയ റെക്സിന് മാറ്റിയാണ്. ആകെ 180 മീറ്ററിന് വരുന്നത്. എല്ലാ പാഡും ചെയ്തിട്ടുണ്ട്, ഡോർ പാഡ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് ചെയ്തതാണ്, എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. സ്റ്റെയറിങ്ങും ഇതിൽ തന്നെ ചെയ്തതാണ്. സ്റ്റെയറിങ്ങിൻ്റെ റൗണ്ട് ഫുള്ള് മാസ്കിൻ്റെ പഠിച്ചിട്ട് നടുഭാഗം കട്ട് ചെയ്തിട്ട് എടുത്ത അളവ് വെച്ചിട്ട് തുന്നിയെടുത്തതാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ പാഡും കറക്റ്റ് ഫുള്ള് മാസ്കിൻ്റെ പഠിച്ചിട്ട് ഈ ലൈനിൻ്റെ അതേപോലെ വരച്ചിട്ട് കട്ട് ചെയ്തിട്ട് അതേ അളവിൽ ഒരു 5 ഇഞ്ച് മാറ്റിയെടുത്തിട്ട് തുന്നിയെടുത്തതാണിത്. സ്റ്റിച്ച് ചെയ്തതല്ല, തുന്നിയെടുത്തതാണ്. അതുപോലെ കറക്റ്റ് എല്ലാ ഡോർ പാഡും ചെയ്തിട്ട്. ഇത് സെൻട്രൽ ഡോർ പാഡാണ്. ഇത് ബാക്ക് സൈഡത്താണ് സ്പീക്കറൊക്കെ വരുന്ന ഭാഗം. ഇവിടുത്തെ ഡോർ പാഡാണ് സെറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. ഈ ഗമ്മ് വഴിയാണ് നമ്മൾ ഒട്ടിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാപ്ലർ ചെയ്യാവുന്നതാണ്. ഈ സ്റ്റാപ്ലർ വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. അല്ല, ഡോർ പാഡൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാർഡ് ബോർഡും അത് സ്റ്റിച്ച് ചെയ്ത് നടക്കില്ല, ഗമ്മ് തന്നെ പറ്റുള്ളൂ. ഇത് നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയിൽ പണിയെടുക്കാൻ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് സുഖമായിട്ട് ചെയ്തെടുക്കാം. ഡിക്കി പാഡ് ഫിനിഷ് ആയിട്ടുണ്ട്. ഞാൻ സ്ക്രൂ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഈ പാഡ് ഗ്രോമെറ്റിൽ നിൽക്കില്ല, ഗ്രോമെറ്റിൽ ചെയ്യാൻ കഴിയൂല. ഹോളിട്ട് റെഡിയായി വരുമ്പോഴത്തേനും കറക്റ്റ് അലൈൻ ആവില്ല.